ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രയേൽ വധിച്ചതിന് പിന്നാലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആരംഭിച്ച യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്ന സ്ഥിതിയാണ് ഇന്ന് കാണാനാവുന്നത്. ഇസ്രയേലിനും യുഎസിനും ഇറാനും പുറമെ ഹെസ്ബുള്ളയും ആക്രമണ രംഗത്തേക്ക് എത്തിയതോടെ 2 ദിവസമായി മേഖലയിൽ തുടരുന്ന അനിശ്ചിതത്വം കൂടുതൽ വഷളായി മാറി. ഖമനേയിയുടെ രക്തസാക്ഷിത്വത്തിനുള്ള മറുപടിയായാണ് ഹെസ്ബുള്ളയും ഇന്ന് സംഘർഷങ്ങളിലേക്ക് കടന്നത്. ഇതോടെ പ്രദേശത്ത് ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും രൂക്ഷമാവുകയാണ്. ഇന്ന് ഒമാൻ തീരത്ത് എണ്ണ ടാങ്കറിന് നേരെയുള്ള ഇറാൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും 2 ഇന്ത്യക്കാരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആക്രമണങ്ങളെ അപലപിച്ച് രംഗത്തെത്തി. ആക്രമണം രാജ്യങ്ങളുടെ പരമാധികാരത്തിനെതിരെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കൂടാതെ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലായി ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മനുഷ്യരാശിയെ തന്നെ തകർക്കുന്ന വിധം വളരുന്ന ഇത്തരം യുദ്ധങ്ങൾ തടയാൻ ആര് നേതൃത്വം നൽകും? പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കണം? ആദ്യം RDX റാം. 2 ദിവസം മുമ്പ് US ഇസ്രയേൽ സഖ്യം ആരംഭിച്ച ഇറാൻ ആക്രമണവും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതും പശ്ചിമേഷ്യ മുഴുവൻ അസ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. ഇസ്രയേലിന്റെയും US-ന്റെയും ആക്രമണങ്ങളെ ഇറാൻ പ്രതിരോധിച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടായിരുന്നു. UAE-യിലും കുവൈറ്റിലും ബഹ്റൈനിലും ഇന്നും ഉഗ്രസ്ഫോടനങ്ങൾ നടന്നു. അതേസമയം ഇറാനിലേക്കുള്ള ഇസ്രയേലിന്റെയും US-ന്റെയും ആക്രമണം ഇപ്പോഴും തുടരുന്നുമുണ്ട്. IRGC ആസ്ഥാനം തകർത്തെന്നും 7 ഇറാനിയൻ സൈനിക കമാൻഡർമാരെ വധിച്ചെന്നുമാണ് ഇസ്രയേലിന്റെയും US-ന്റെയും അവകാശവാദം. US-ന്റെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 585 പേരാണെന്നാണ് റെഡ് ക്രസന്റ് പറയുന്നത്. ഇറാന് പുറമെ ലെബനനിലെ ഹെസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഹെസ്ബുള്ളയുടെ ഇന്റലിജൻസ് കമാൻഡർ ഹുസൈൻ മക്ലദ് കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹുസൈൻ മക്ലദ് കൊല്ലപ്പെട്ടത്. സംഘർഷം ശക്തമായതോടെ ഇന്നും നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. RDX റാപ്പ് ന്യൂസ് മലയാളം. ലബനനിലേക്കും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. 31 പേരാണ് ലബനനിൽ കൊല്ലപ്പെട്ടത്. 149 പേർക്ക് ലബനനിൽ പരിക്കേറ്റു. ആക്രമണം ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. ഹിസ്ബുള്ളയെ വിമർശിച്ച് ലബനീസ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും രംഗത്ത് വന്നു. യുദ്ധത്തിൽ നിന്ന് ലബനനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന നടപടി എന്നാണ് വിമർശനം. 2024 ഇസ്രയേലുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷം ഇതാദ്യമായാണ് ഹിസ്ബുള്ള നേരിട്ട് ഇറങ്ങുന്നത്. ഇറാൻ പരമോന്നത നേതാവിന്റെ രക്തസാക്ഷിത്വത്തിനുള്ള മറുപടിയെന്ന് ഹിസ്ബുള്ള പറയുന്നു. ഹിസ്ബുള്ളയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ മിസൈലുകളും ഡ്രോണുകളും തൊടുക്കുന്നു. തെക്കൻ ലബനനിൽ കൂട്ടപലായനം നടക്കുകയാണ്. ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് IDF. US-ഉമായി ഒരു ചർച്ചയ്ക്കുമില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ ദേശീയ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാറിജാനി. നിലവിലെ അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ ട്രംപും ഇസ്രയേലുമാണെന്നും ലാറിജാനി വ്യക്തമാക്കി. ഇറാൻ നതാൻസിലെ ആണവ നിലയത്തിന് നേരെ ഇസ്രയേലിന്റെ ആക്രമണമുണ്ട്. ദോഹ വിമാനത്താവളത്തിന് നേരെയും ഇറാൻ ആക്രമണമുണ്ടായി. ഇറാനിയൻ മിസൈലുകൾ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിച്ചതായി ഖത്തർ വ്യക്തമാക്കുന്നു. മെസായിദ്, റാസ്ലഫാൻ എന്നീ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ മിസൈൽ ആക്രമണമുണ്ട്. 3 US യുദ്ധവിമാനങ്ങൾ കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന അബദ്ധത്തിൽ വെടിവെച്ചിട്ടു. ഇറാൻ, ഇറാഖ്, ജോർദാൻ, സിറിയ, ലബനൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും വെള്ളിയാഴ്ച വരെ റദ്ദാക്കിയതായി തുർക്കി അറിയിച്ചിട്ടുണ്ട്. ഒമാനിൽ ഓയിൽ ടാങ്കറിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടത്. 2026 ജനുവരി 3 വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ നാടുകടത്തിയതാണ് തൊട്ടു മുമ്പ് ഈ മട്ടിൽ ഒരു രാജ്യത്തേക്ക് കടന്നുകയറി അമേരിക്ക നടത്തിയ ഒരു ഇടപെടൽ. 2011 ലിബിയ അട്ടിമറിച്ചു. ഭരണാധികാരിയായിരുന്ന മുഹമ്മർ ഗദ്ദാഫി അവിടെ കൊല്ലപ്പെട്ടു. 2003 ഇറാഖിൽ US-ന്റെ അധിനിവേശമുണ്ടായി. സദ്ദാം ഹുസൈൻ ഭരണം അവസാനിപ്പിച്ചു. അദ്ദേഹത്തെ തൂക്കിലേറ്റി. 2001 9/11 ഭീകരാക്രമണത്തിന് ശേഷം താലിബാൻ ഭരണത്തെ യുദ്ധത്തിലൂടെ പുറത്താക്കി. 2021 താലിബാൻ തന്നെ വീണ്ടും അധികാരത്തിൽ അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് അമേരിക്കയാണെന്നുള്ള കൗതുകം കൂടിയുണ്ട്. സെർബ് കൂട്ടക്കൊല ആരോപിച്ച് ഇന്നത്തെ സെർബിയ ഉൾക്കൊള്ളുന്ന യുഗോസ്ലാവിയയിൽ US സൈന്യത്തിന്റെ ഇടപെടൽ മുമ്പുണ്ടായി. യുഗോസ്ലാവിയ പല രാജ്യങ്ങളായി മാറി. 1994 ഹെയ്ത്തിയിൽ റൗൾ സെഡ്രാസിനെ പുറത്താക്കി. ജീൻ ബട്രാസ് അരിസ്റ്റസിനെ തിരികെ അധികാരത്തിലെത്തിച്ചു. ഇങ്ങനെ എത്രയോ അനവധിയായ ഇടപെടലുകൾ അമേരിക്കയുടേതായി ചരിത്രത്തിലുണ്ട് താനും. അതിന് സമാനമായി ഈ ഘട്ടത്തിൽ ഈ ഇടപെടലിനെ കൂടി വേണമെങ്കിൽ കാണാം. പക്ഷേ ഇത് അതിനും അപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ വെസ്റ്റ് ഏഷ്യ മൊത്തത്തിൽ ഈ നിലയ്ക്ക് സംഘർഷഭരിതമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 13 രാജ്യങ്ങൾ ഈ യുദ്ധഭീതിയിൽ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ വലിയ യുദ്ധം എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നു എന്നല്ല, പക്ഷേ 13 രാജ്യങ്ങളിലും ആക്രമണമുണ്ട്.
ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ UAE-യിൽ വലിയ ആക്രമണം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ നൂറുകണക്കിന് ഡ്രോണുകൾ അവർക്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അത് താഴേക്ക് ആഘാതമായി ഭവിക്കാത്തത്. അത് പക്ഷേ ആക്രമണം അവിടെയൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് വാസ്തവമാണ്. തീർച്ചയായും. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പിന്നെ ഗാസയിലെ കാര്യത്തിലാണെങ്കിലും ഉക്രൈൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നതിൻ്റെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സംസാരിക്കേണ്ടത്. സൂക്ഷ്മാംശങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതൊഴിച്ചാൽ, അല്ലെങ്കിൽ സൂക്ഷ്മാംശങ്ങളിലെ കാര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ വിവരങ്ങൾ കൂടുതൽ പറഞ്ഞു പോകാമെന്ന് എന്നല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതുപോലെയാണ്. അതായത് ഇറാനിൽ ഒരു സ്കൂളിന് മേലെ ബോംബിട്ടു, 180 കുട്ടികളെ കൊന്നുകൊണ്ടാണ് ഈ സംഘർഷം തുടങ്ങിയത്. കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ ഇവരെല്ലാം ഈ മുതിർന്ന ആളുകൾ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ട്. അതായത് ഒരു ബസ് അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിൽ ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ, സമീപത്തിൽ കുഞ്ഞ് മരിക്കുകയും അവയവദാനം നടത്തുകയും ചെയ്തല്ലോ. ഒരു ഒറ്റ കുഞ്ഞ് മരിച്ചു പോകുമ്പോൾ എത്രമാത്രം വലിയ വിഷമാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കോഫിൻസിനാണ്, ശവപ്പെട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കനം എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ യുദ്ധം വരികയും കുഞ്ഞുങ്ങളെ വല്ലാത്ത തോതിൽ കൊന്നെടുക്കുകയും ചെയ്യും. ഒരു കുഞ്ഞ് മരിക്കുന്നത് ഹൃദയവേദന ഇത്രക്കുണ്ടാക്കുമ്പോൾ 10, 150, 1000 ലക്ഷങ്ങളും മരിക്കുമ്പോൾ പിന്നീട് അത് യുദ്ധത്തിൻ്റെ കണക്കുകൾ മാത്രമായിട്ട് ഇങ്ങനെ മാറുകയാണ്. ഇപ്പോൾ 12, 13 രാജ്യങ്ങളിൽ ഇപ്പോൾ യുദ്ധസമാന സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണിത്. ട്രംപ് അധികാരത്തിൽ 2ാം തവണ വന്നിട്ട് ഇപ്പോൾ 13 മാസമായി. 7 രാജ്യങ്ങളിൽ ഇയാൾ ബോംബിട്ട് കഴിഞ്ഞു. അതായത് സമാധാനമാണ് തൻ്റെ ലക്ഷ്യം, സമാധാനത്തിൻ്റെ നൊബേൽ പ്രൈസ് വാങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഈ അമേരിക്ക ഇതിനു മുമ്പ് അയാൾ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ കാര്യങ്ങൾ, ഈ യുദ്ധ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കും, യുദ്ധങ്ങളിൽ ഏർപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനത്തിൻ്റെ ആളാണെന്ന് വന്ന് പറഞ്ഞ ആളാണ് ഈ കാലത്താണ്, ഈ 13 മാസക്കാലത്താണ് 7 രാജ്യങ്ങളിൽ ഇയാൾ ബോംബിട്ടിരിക്കുന്നത്. ഇപ്പോൾ 13 രാജ്യങ്ങളിൽ ഇങ്ങനെ യുദ്ധഭീതിയാണുള്ളത്. അതായത് ആ ഓവൽ ഓഫീസിലിരിക്കുന്ന പ്രസിഡന്റുമാരിൽ ഏറ്റവും കൂടുതൽ വലിയ വാർ മോങ്കറാണ് ഇയാൾ എന്നാണ് ഇന്നിപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതിയത് കണ്ടത്. അതിനകത്ത് അങ്ങനെ എഡിറ്റോറിയൽ എഴുതി കണ്ടു. അധികാരത്തിലിരുന്ന 13. ഇസ്രായേൽ ആണെങ്കിൽ നഗ്നമായിട്ട് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം ഹർഷ, അതായത് ഈ ഖമനേയി കൊല്ലപ്പെട്ടു, അതുകൊണ്ട് ഇവർ ഈ യുദ്ധം പെട്ടെന്ന് അങ്ങ് അവസാനിച്ചു കൊള്ളയും എന്ന് വിചാരിക്കുക സാധ്യമേ അല്ല. ഇപ്പോൾ നമ്മളെ തന്നെ നേരിട്ട് ബാധിക്കുന്ന വിധത്തിൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഈ ആക്രമണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് ജീവിച്ചിരിക്കുന്ന ഖമനേയി അല്ല, കൊല്ലപ്പെട്ട രക്തസാക്ഷിയായ ഖമനേയി എന്ന കാര്യം നമ്മൾ ഓർക്കുമ്പോഴാണ്, ഇത്തരം സാഹചര്യങ്ങളെല്ലാം വെച്ച് ആലോചിച്ച് നോക്കുമ്പോഴാണ് എന്ത് രൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലേക്കും ലോകം നീങ്ങിയേക്കാം എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നത്. ഇപ്പോൾ ഖമനേയെ കൊന്നുകളഞ്ഞാൽ ഉടനെ ഒരു റെജീം ചേഞ്ച് വരുത്താം എന്ന ലക്ഷ്യമാണ് ഇവർക്കുണ്ടായിരുന്നെങ്കിൽ നമ്മളെന്താ കാണുന്നത്, ഖമനേയി പല ആളുകളാലും എതിർക്കപ്പെട്ട ആളായിരുന്നു. ഇറാനിൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നം, അയാൾക്കെതിരെ ആ റെജീമിനെതിരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഖമനേയിക്ക് പുറത്തും ശത്രുക്കളുണ്ടായിരുന്നു. അതായത് ഒരു ഡിക്റ്റേറ്ററാണ്, ഏകാധിപതിയാണ് ഇയാൾ എന്ന തരത്തിലുള്ള വലിയ വിമർശമുള്ള ആളായിരുന്നു. പക്ഷേ കൊല്ലപ്പെട്ട ഖമനേയി അങ്ങനെ ആവുകയില്ല എന്ന് നമ്മൾ ഓർക്കണം. കൊല്ലപ്പെട്ട ഖമനേയി, രക്തസാക്ഷിയായ ഖമനേയി എന്ന് വെച്ചാൽ ഈ പാശ്ചാത്യ വിരുദ്ധതയുടെയും മറ്റും ഈ ബുഷും നെതന്യാഹുവും ചേർന്ന് കൊന്നുകളഞ്ഞ ഒരു മഹാബിംബമായിട്ട് വളരുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ റെജീമിനെയും എതിർത്തുകൊണ്ടിരുന്ന ആളുകളടക്കം ഇറാനിൽ സംഘം ചേർന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു വികാരം ഉണ്ടായി വരില്ലേ എന്ന് നമ്മൾ സംശയിച്ചാൽ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയാവുന്ന സാഹചര്യമല്ല. ഇറാനിൽ ഖമനേയെയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തെയും ഡിക്റ്റേറ്റർഷിപ്പിനെയും തന്നെ എതിർത്തുകൊണ്ടിരുന്ന ആളുകൾ പോലും ഈ അമേരിക്കക്കും നെതന്യാഹുവിനെതിരെ ഒന്നിച്ചു നിന്നുകൂടായികയില്ല. അപ്പോൾ ഇവർ വിചാരിക്കുന്ന ഒരു റെജീം ചേഞ്ച് അല്ല ഉണ്ടാവുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരുതരം സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെങ്കിൽ നമ്മൾ ആകെപ്പാടെ പ്രയാസത്തിലായി പോകും, ലോകമാകെ തന്നെ പ്രയാസത്തിലായി പോകും. ഇതിപ്പം ഈ ഗാർഡിയൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഗാർഡിയനിൽ ഞാൻ വായിച്ച ലേഖനത്തിൽ അമേരിക്കയിലെ തന്നെ വിദേശകാര്യ വിദഗ്ധർ പറയുന്നത് ഈ എന്ത് തരം യുദ്ധത്തിലേക്ക് പോകുമ്പോഴും ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും, ഇതിൻ്റെ ഒരു ക്ലോസ് എങ്ങനെയായിരിക്കും, എൻഡ് എങ്ങനെയായിരിക്കും എന്ന് കൂടെ പ്ലാൻ ചെയ്തിട്ടല്ലാതെ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് തിരിച്ചടിയാണ് ഉണ്ടാക്കുക, അമേരിക്കക്കും ലോകത്തിനാകെ തന്നെയും തിരിച്ചടിയാണ് ഉണ്ടാക്കുക എന്ന കാര്യം ഇതിനകമുള്ള നിരവധിയായുള്ള സംഭവങ്ങളൊന്നും മനസ്സിലായിട്ടും ഇപ്പോഴും ചെന്ന് അവസാനിപ്പിച്ചിരിക്കുക ഇങ്ങനെയാണ്. അതായത് ഇറാനെ പോലൊരു സ്ഥലത്ത് രക്തസാക്ഷ്യത്തിന് വലിയ വില നൽകുന്ന, വൈകാരികമായിട്ട് കാര്യങ്ങളെ കാണാവുന്ന ഒരു രാജ്യത്തേക്ക് ഇങ്ങനെ ചെന്ന് ചെയ്താൽ അതുമാത്രമല്ല, അവസാന നിമിഷം വരെയും അവർ ടോക്കിന് തയ്യാറായിരുന്നു. അവർ യുദ്ധത്തിനൊരുങ്ങുകയായിരുന്നില്ല. ഇറാൻ യുദ്ധത്തിനൊരുങ്ങുന്നു എന്നതിനേക്കാൾ കൂടുതൽ അവർ ഒമാനി മധ്യസ്ഥതയിൽ ഇത്തരം ടോക്സിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അവർ തന്നെയും വിലയിരുത്തുന്നത്. പക്ഷേ അവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി വന്നിരിക്കുന്നു. ഇവർ സുരക്ഷിതരായിട്ട് ഈ ലോക നേതാക്കന്മാർ എന്ന മട്ടിൽ ഈ നെതന്യാഹുവിനെയും ട്രംപിനെയും പോലുള്ള തെമ്മാടികൾ എന്ന് മറ്റു പലരും വിളിക്കുന്ന ആ വിശേഷണങ്ങൾ അർഹരായിട്ടുള്ള ആളുകൾ വളരെ സേഫായിട്ടിരിക്കുകയാണ്. ലോകത്തെ മറ്റൊരു വലിയ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതിനകത്ത് ആളുകൾ നമ്മുടെ നാട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് അവിടെ വലിയ ഡിക്റ്റേറ്റർഷിപ്പ് നടത്തി മഹ്സ അമീനിയെ പോലുള്ള ആളുടെ രക്തസാക്ഷിത്വം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇയാളെ കൊന്നാൽ എന്താണ് കുഴപ്പമെന്നാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് അമേരിക്കയുടെ തന്നെ കാര്യം ആലോചിച്ച് നോക്കൂ. അമേരിക്കയിൽ ട്രംപ് അതിഭീകരമായിട്ട് എതിർക്കപ്പെടുന്നുണ്ട്. ട്രംപിനെതിരായിട്ടുള്ള ബുദ്ധിജീവികളുടെയും സാധാരണക്കാരുടെയൊക്കെ എതിർപ്പ് അവിടെയുണ്ട്. ഏത് രാജ്യത്തും ആ രാജ്യത്തിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്കെതിരെ ഒരു എതിർവികാരം കൂടെ ഉണ്ടാവും, എല്ലാ രാജ്യത്തും ഉണ്ടാവും. ട്രംപിനെതിരെയുണ്ട് എന്ന് വെച്ച് ട്രംപിനെ
അയാളുടെ ഒരു ദേഹത്ത് തൊടാൻ ആ നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കുമോ? മറ്റൊരു രാജ്യത്തെ ആളുകൾ വന്നിട്ട് ട്രംപിനെ തൊടാൻ ആ രാജ്യത്തെ ആളുകൾ സമ്മതിക്കും? അത് അവരുടെ ഭരണത്തലവനാണ്. അതേ അവകാശം ഇറാനും മറ്റെല്ലാ രാജ്യങ്ങളും കൊടുക്കേണ്ടതല്ലേ? അങ്ങേയറ്റം തെമ്മാടിത്തം എന്ന് തന്നെ പറയാവുന്ന കാര്യമല്ലേ ഇവർ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ അവർ രാത്രിക്ക് രാത്രി പൂട്ടിയിട്ട് ചങ്ങലക്കിട്ട് കൊണ്ടുപോയി മറ്റൊരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരിയെ ഇങ്ങനെ നഗ്നമായിട്ട് കൊന്നിരിക്കുകയാണ്, എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്താണ് അമേരിക്കയ്ക്ക് ഇതിനൊക്കെയുള്ള അവകാശം എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഉന്നയിക്കേണ്ടതൊരു കാര്യം. ഒറ്റ കാര്യം കൂടി പറയാം ഹർഷ, അതായത് യുദ്ധം രാഷ്ട്രീയവുമായിട്ട് ചേർന്നതാണ്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ പക്ഷപാതത്തിൻ്റെതാണ്. പലർക്കും പല രാഷ്ട്രീയ നിലപാടുകളുണ്ടാവും. അപ്പോൾ ഒരു യുദ്ധത്തെ എല്ലാവരും കാണുന്ന ഒരേ യുദ്ധത്തെ തന്നെ ആളുകൾ പല രീതിയിലാണ് കാണുക. ഇപ്പോൾ ഇന്ത്യയിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ BJP-കാർ കാണുന്ന പോലെ ആയിരിക്കില്ല CPM-കാർ കാണുക, അവരെ പോലെ ആയിരിക്കില്ല കോൺഗ്രസ്സുകാർ കാണുക. എല്ലാ രാജ്യത്തും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ച് മുന്നിൽ കാണുന്ന ഒരു യുദ്ധത്തെ ഒരേ യുദ്ധമാണ് കാണുന്നതെങ്കിലും അവർ കാണുന്ന രാഷ്ട്രീയ വീക്ഷണം വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും സങ്കടകരമായ കാര്യവും. മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്, കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നത്. പക്ഷേ അവരവരുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടാണ് ഇതിനെ വിലയിരുത്തുക എന്നതുകൊണ്ട് യുദ്ധത്തിൻ്റെ പേരിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും. പക്ഷേ യുദ്ധം അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ ഏർപ്പാടാണ്. ഈ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നയിച്ച ഈ നെതന്യാഹുവും ട്രംപും അങ്ങേയറ്റം തെമ്മാടികളായിട്ടുള്ള ആളുകളാണ്. അവർക്കെതിരായിട്ടും യുദ്ധത്തിനെതിരായിട്ടുള്ള ജനവികാരം ആകപ്പാടെയും ഉയർന്നു വരികയാണ് വേണ്ടത് എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. തീർച്ചയായും ഇതിന് യുദ്ധം 4 ദിവസം കൊണ്ട് തീരും എന്നുള്ള കണക്കുകൂട്ടലൊക്കെയാണ് ആദ്യം, അല്ലെങ്കിൽ അതൊരു വാചകമടിയായി കണക്കാക്കിയാൽ മതി. പക്ഷേ ആ മട്ടിലായിരുന്നു ട്രംപ് അടക്കം കരുതിയിരുന്നത്, അല്ലെങ്കിൽ ആസൂത്രണം ചെയ്തിരുന്നത് എങ്കിൽ ആ മട്ടിലല്ല കാര്യങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. 4 ആഴ്ച കഴിഞ്ഞാലും യുദ്ധം ഒരുപക്ഷെ അവസാനിക്കാൻ സാധ്യതയില്ല എന്ന് ട്രംപ് തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ പക്ഷേ ഈ 4 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു ആസൂത്രണം അവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് ആദ്യ ആക്രമണത്തിൽ തന്നെ ഖമനേയിയെ കൊല്ലാൻ അവർക്ക് കഴിയുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തന്നെ ഖമനേയിയെ ഉന്നമിടാനും കൊല്ലാനും അവർക്ക് കഴിയുന്നത്. പക്ഷേ തനീഷ് നേരത്തെ പറഞ്ഞതാണ് ഇതിനകത്തെ കാര്യം. അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ അതാണ് ഏറ്റവും പരമമായ ആനന്ദം എന്ന് കരുതുന്ന ഒരാളെ അങ്ങനെ കൊലപ്പെടുത്തിയത് കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാവുക? ആ രാഷ്ട്രത്തിൻ്റെ ഒരു പൊതു സങ്കല്പം തന്നെ രക്തസാക്ഷിത്വത്തിൽ ഉറച്ചു നിൽക്കെ അവരെ ഇങ്ങനെ അങ്ങ് ആക്രമിച്ച് തീർത്തേക്കാം എന്ന് തീരുമാനിക്കുന്നത് എന്ത് വലിയ മൗഢ്യമാണ്. അടിസ്ഥാനപരമായി ഇത് ഇസ്രായേലിൻ്റെ യുദ്ധമാണ്, അമേരിക്കയുടെ യുദ്ധമല്ല. അമേരിക്കയ്ക്ക് ഇതിൽ താല്പര്യവുമില്ല, മാത്രമല്ല ട്രംപിനും താല്പര്യമില്ല. ട്രംപ് കഴിഞ്ഞ തവണത്തെ 12 ദിവസത്തെ യുദ്ധം തന്നെ അത് ആ കാലത്ത് തന്നെ പരിഹസിക്കപ്പെട്ടിരുന്നത് പുള്ളിയുടെ കച്ചവടം ഒഴിഞ്ഞ നേരത്തെ നടത്തിയ ഒരു യുദ്ധം എന്ന മട്ടിലാണ്. അപ്പോൾ ഇത് ഈ ഒരു നീണ്ട യുദ്ധം എന്നുള്ളത് ഒരു തരത്തിലും ട്രംപ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ട്രംപ് അല്ലാത്ത ധാരാളം രാഷ്ട്രീയ പ്രതിസന്ധികളിൽ അവിടെ പ്രാദേശികമായി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. എല്ലാ കാലത്തും അമേരിക്കയിലെ പ്രസിഡന്റുമാർ രാഷ്ട്രീയ പ്രതിസന്ധിയിലാകുമ്പോൾ എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടാകും എന്നുള്ളത് പരമമായ സത്യമാണ്. ആ നിലയ്ക്ക് തന്നെ കാരണം ട്രംപ് ഈ ഇറാൻ്റെ വിഷയത്തിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒബാമ ഭരണകൂടമുള്ള കാലത്ത് തന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒബാമ ഇറാനെ ആക്രമിക്കും, കാരണം ഈ കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഒബാമയ്ക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ ട്രംപ്. എന്നിട്ടാണ് ട്രംപ് ഇപ്പോൾ യുദ്ധത്തിന് പോയിരിക്കുന്നത് ഇറാനുമായി. ഇനി വേറൊരു കാര്യം, അന്നുണ്ടായിരുന്ന സാഹചര്യമാണോ ഇറാനിലുള്ളത്? കാരണം ഇറാൻ യുറേനിയൻ സമ്പുഷ്ടീകരണം ഒരുപക്ഷെ ആണവ ബോംബിൻ്റെ നിർമ്മാണത്തിലേക്ക് അടുക്കുന്നു എന്ന മട്ടിൽ പറയുകയും അതിനെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ പുറത്തില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് ഒബാമ അവിടെ ഇറാനുമായി കരാറിൽ ഏർപ്പെടുന്നത്. ആ ചർച്ചകൾ ഇങ്ങനെ ഇതുപോലെ തന്നെ മുറുകുന്നത് ഒരു ഘട്ടത്തിൽ. ആ മുറുകുന്ന ഘട്ടത്തിലാണ് വേണ്ടത് ഒബാമ ആക്രമിക്കാൻ പോവുകയാണ് ഇറാനെ എന്ന് വല്ലാതെ പരിതപിച്ചത് ഈ ട്രംപ്. എന്നിട്ട് ട്രംപ് ഇപ്പോൾ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞപ്പോൾ മറ്റ് പല പ്രതിസന്ധികളിലും അങ്ങനെ ചെന്ന് പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്സ്റ്റീൻ യുദ്ധം എന്ന് അവിടെ തന്നെ വിശേഷിപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ യുദ്ധത്തെ. കാരണം ആ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളിൽ ട്രംപ് ചെന്നുപെട്ടിരിക്കുന്നു. ഈ ഇറാനുമായി മറ്റെല്ലാ കാലത്തും ഒരു യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ യുദ്ധത്തിനുള്ള കാരണങ്ങൾ വിശദീകരിക്കുകയും ആ കാരണങ്ങളിലേക്ക് അമേരിക്കൻ ജനതയെ എത്തിക്കുകയും അപ്പോൾ ഈ യുദ്ധം അനിവാര്യമാണെന്നുള്ള ബോധ്യത്തിൽ അമേരിക്കൻ ജനത പൊതുവെ എത്തുകയും ആ അമേരിക്കൻ ജനത അവരുടെ ശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടി ഭരണകൂടത്തിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നതാണ് എല്ലാ കാലത്തും കാണാറുള്ളത്. ഇതിപ്പോൾ കണ്ടില്ലേ, 4% പിന്തുണ പോലും അമേരിക്കയിൽ ഇപ്പോൾ ഈ യുദ്ധത്തിന് ലഭിക്കുന്നില്ല എന്നാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അവിടെ അമേരിക്കൻ ജനത തള്ളിക്കളഞ്ഞ ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിനാണ് ട്രംപ് നേതൃത്വം നൽകുന്നത്. ട്രംപിന് ഇതെങ്ങനെയും അവസാനിപ്പിക്കണമെന്ന് സത്യം പറഞ്ഞാലുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് തന്നെ പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം പറയുന്നത്, ഇറാനിലെ പുതിയ നേതൃത്വത്തിന് ഒരു ചർച്ച നടത്തിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ആ ചർച്ചയിലേക്ക് ഒരു പക്ഷേ കടക്കുന്നു. പക്ഷേ അലി ലാറിജാനി പറഞ്ഞു ഒരു ചർച്ചയുമില്ല എന്നാണ് അലി ലാറിജാനി പറയുന്നത്. കാരണം ചുമ്മാതിരിക്കുമ്പോൾ നടക്കുന്ന ആക്രമണമാണ്. ഈ 19 ആണവ നിലയങ്ങളും 19 ആണവ നിലയങ്ങളാണല്ലോ. ഈ 19 ആണവ നിലയങ്ങളുടെയും നടത്തിപ്പ് അമേരിക്കൻ കമ്പനികളെ ഏൽപ്പിക്കാമെന്ന് വരെ ഇറാൻ സമ്മതിച്ചതാണ്. അതായത് ആ മട്ടിൽ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ
കയ്യിലുള്ള ആണവ നിലയങ്ങളുടെ നടത്തിപ്പ് സനീഷിനെ ഏൽപ്പിക്കാം, സനീഷിന് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത് പോലെ അമേരിക്കയോട് പറയുകയാണ് നിങ്ങളുടെ കമ്പനികൾ വന്ന് നടത്തിക്കോട്ടെ എന്നുള്ള വാഗ്ദാനം പോലും കൊടുത്തതിന് ശേഷം അടുത്ത നാഴിയെടുത്ത് വരുത്തു വെക്കുകയാണ്. എന്താണ് നിങ്ങളുടെ ഇത് എന്താണ് ബാലിസ്റ്റിക് മിസൈൽ പ്രോജക്റ്റ് കൂടി നിർത്തണമെന്ന്. അതൊരു പുതിയ ആവശ്യമാണ്. അപ്പോൾ അവർ പറഞ്ഞു അതെങ്ങനെ ഞങ്ങളുടെ പരമാധികാരത്തെയും ഞങ്ങളുടെ പ്രതിരോധത്തെയും ബാധിക്കുന്ന പ്രശ്നമാണ്, അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് അപ്പോൾ പറയുന്നത്. അല്ല പക്ഷേ ഇതിപ്പോൾ ഇറാഖിൽ ഇങ്ങനെയായിരുന്നല്ലോ, ഇവർ പറഞ്ഞിരുന്നത് എന്താണ്, മാസ് ഡിസ്ട്രക്ഷനിലെ രാസായുധങ്ങൾ ഇരിപ്പുണ്ട്. ഇയാളെ സദ്ദാമിനെ കൊന്നു തള്ളിയതിനു ശേഷവും ഒരു സാധനം ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ഈ കാര്യത്തിൽ അത് സദ്ദാമിൻ്റെ കാര്യത്തിൽ കുറെ കൂടി അമേരിക്കൻ ജനത വിചാരിച്ചിരുന്ന അവിടെ ശരിക്കും എന്തോ ഉണ്ടെന്നാണ്. ഇത് അതുപോലും വിചാരിക്കുന്നില്ല. കാരണം ഈ ചർച്ചയുടെ വിവരങ്ങൾ ആ മട്ടിൽ പുറത്തു വന്നതാണ്. ഒമാനാണെങ്കിൽ ഇപ്പോഴും അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു. ഈ ചർച്ചകളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള നിലപാട് ഇറാൻ സ്വീകരിച്ചിരുന്നു ഈ ഘട്ടത്തിൽ. പക്ഷേ ഇവിടെ ആർക്കാണ് യുദ്ധം വേണ്ടത്? അത് നെതന്യാഹുവിന് യുദ്ധം വേണം. നെതന്യാഹു 40 വർഷം കൊണ്ട് കെട്ടിപ്പൊക്കിയ സ്വപ്നമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധം നെതന്യാഹുവിന് ആവശ്യമാണ്. നെതന്യാഹു ട്രംപിനെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിട്ടുണ്ട്. ട്രംപിന് ഇവിടുന്ന് രക്ഷപ്പെടാനാവാത്ത ഒരവസ്ഥയിലേക്ക് നെതന്യാഹു കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. ആ യുദ്ധത്തിലേക്ക് ഇപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ പ്രഖ്യാപനം ശ്രദ്ധിച്ചിരുന്നോ? അതായത് ആദ്യം പറയുന്നത് എന്താണ്, ഇത് ഇസ്രയേൽ നടത്തിയ ആക്രമണം എന്ന മട്ടിൽ തന്നെയാണ് ആദ്യം വിവരങ്ങൾ വരുന്നത്. പക്ഷേ ആ ആക്രമണത്തിൻ്റെ തലേന്ന് തന്നെ നമ്മളെല്ലാം വാർത്ത കൊടുക്കുമ്പോൾ തന്നെ വന്ന വിവരങ്ങൾ എന്താണ്? ആദ്യം ഇസ്രയേൽ ആക്രമിക്കും, അതിനുശേഷം ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കാൻ അപ്പോൾ ഇറാൻ തിരിച്ചാക്രമിക്കുമ്പോൾ പിന്തുണയുമായി അമേരിക്ക വരുന്നു. അങ്ങനെ ഇത് യുദ്ധത്തിലേക്ക് പോകുന്നു. ഇതുപോലും ആസൂത്രണം ചെയ്യുന്നത് എങ്ങനെയാണ്? അമേരിക്കയിൽ ഈ പിന്തുണ ലഭിക്കില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ആ മട്ടിൽ ഇവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത്, ട്രംപ് ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ട്രംപിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഈ യുദ്ധം ഇതിവിടെ അവസാനിക്കാനും പോകുന്നില്ല. കാരണം ഇവർക്ക് വേണ്ടത് ഇറാൻ തകരും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും യുദ്ധ നിരീക്ഷകരും എല്ലാം നടത്തുന്നത്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. കാരണം കരുത്തുറ്റ രാജ്യങ്ങളെല്ലാം ഇപ്പുറത്ത് നിന്നിട്ട് ഇറാനെ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തകരും. പക്ഷേ അത് ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. അത് ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി അത് മാറും. വെസ്റ്റ് ഏഷ്യ സമ്പൂർണ്ണമായി ആ നിലയ്ക്ക് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ കുടുക്കിൽ നിന്ന് ഊരാനുള്ള, അതായത് ചർച്ച നടത്തണം, പക്ഷേ ആ ചർച്ച അമേരിക്ക താല്പര്യപ്പെട്ട് നടത്തുന്ന ചർച്ചയല്ല, അത് ഇറാനിലെ പുതിയ ഭരണകൂടം താല്പര്യപ്പെട്ട് നടത്തുന്ന, അല്ലെങ്കിൽ പുതിയ ഭരണാധികാരികൾ താല്പര്യപ്പെട്ട് നടത്തുന്ന ചർച്ചയാണ് എന്നുള്ള പൊതുബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ചർച്ച ആഗ്രഹിക്കുന്നത് അമേരിക്ക തന്നെയാണ്. കാരണം ഇതിനകത്ത് സനീഷ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ഏറ്റവും കൂടുതൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവിടെ ആവർത്തിച്ച് പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത് എന്താണ്? ഈ യുദ്ധമല്ലാതെ പല മാർഗങ്ങളും അമേരിക്കയ്ക്ക് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള നിലയ്ക്ക് വളരാൻ പല മാർഗ്ഗങ്ങളും വേറെ ഉണ്ട്. അത് കച്ചവട മാർഗ്ഗങ്ങളാണ് ശരി, നെഗോസിയേഷൻ്റെ മാർഗ്ഗങ്ങളാണ് ശരി, അല്ലെങ്കിൽ താരിഫിൻ്റെ മാർഗ്ഗങ്ങളാണ് ശരി. അല്ലാതെ ഈ യുദ്ധം ചെയ്ത് നമ്മളുടെ ആളുകളെ വെറുതെ കൊലക്കി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നിരിക്കുന്നത് ട്രംപ്. അതിനാണ് ആളുകൾ രണ്ടാമത് വോട്ട് ചെയ്തത് ട്രംപിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം തന്നെ 4 പേര് മരിച്ചിട്ടുണ്ട്, സ്ഥിരീകരിച്ചു. 4 അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചു എന്നുള്ളത്. അത് പിന്നെ വിമാനം 3 എണ്ണം പോയി, ആളുകൾ 3 പേര് മരിച്ചിട്ടില്ല. അത് കാരണം അവരെ എജക്ട് ചെയ്ത് പുറത്ത് ചാടിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷേ വിമാനം 3 എണ്ണം കുവൈറ്റ് വെടിവെച്ച് താഴെ ഇട്ടു. ഈ മാത്രം ഏതെല്ലാം മേഖലകളിലേക്ക് ഇത് എസ്കലേറ്റ് ചെയ്തു. ഈ യുദ്ധത്തിൻ്റെ ഒരു വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര രാജ്യങ്ങളിലേക്കാണ് ഇത് എത്തിച്ചെന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ 5th ഫ്ലീറ്റിൻ്റെ ഇവിടെ ആക്രമിക്കുന്നു, എന്താണ് ബഹ്റൈനിൽ ആക്രമിക്കുന്നു. അപ്പുറത്ത് ഖത്തറിൽ ഇവരുടെ സെൻട്രൽ കമാൻഡുള്ള ഖത്തറിൽ ആക്രമണം നടത്തുന്നു. കമാൻഡുകളെയാണ് ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ. എല്ലാ രാജ്യത്ത് നേരത്തെ ഇപ്പം GCC കൺട്രീസിനെ എല്ലാം നിരത്തി വെടിവെക്കുകയല്ല ഇറാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവിടെയുള്ള ടാർഗറ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ അത്ര പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്താൻ ഇറാന് പറ്റിക്കൊള്ളണമെന്നില്ല. എന്നിട്ടും ബഹ്റൈനിലൊക്കെ ഒരു പരിധി വരെ അത് സംഭവിച്ചു. അപ്പോൾ അത്രയും സൂക്ഷ്മമായി നടത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ആക്രമണം ഈ മട്ടിൽ തുടരും. മാത്രമല്ല ഈ ഹിസ്ബുള്ള ഇപ്പോൾ കണ്ടില്ലേ, ഹിസ്ബുള്ള ഒരു കരാറിൽ ഏർപ്പെട്ട് അതിന് ശേഷം പിന്നെ വെടിവെപ്പും ബഹളവും ഇല്ലാതെ മര്യാദയ്ക്ക് ഇരുന്നതാണ് 2024 മുതൽ. ഇപ്പോൾ വേണ്ട അവരെ വീണ്ടും വലിച്ച് കളത്തിലിറക്കിയിരിക്കുന്നത് ഇപ്പോഴുള്ള ഈ ഇസ്രയേലിൻ്റെ നടപടി തന്നെയാണ്. ഇസ്രയേൽ ഇതിനിടയ്ക്ക് ഈ ഹിസ്ബുള്ളയുമായി കരാറിൽ ഏർപ്പെട്ടതിന് ശേഷവും ലെബനന് നേരെയുള്ള നിരന്തര ശല്യപ്പെടുത്തലുകൾ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എങ്ങനെയെങ്കിലും അവിടെ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഈ ലെബനനെയും ജോർദാനെയും ഇറാനെയും എല്ലാം ഡീസ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം വിശാലമായ അവരുടെ സങ്കല്പ രാജ്യത്തിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്രായേലിൻ്റെ സ്വപ്നവും പദ്ധതിയും. അതിൻ്റെ ബാക്കിയാണ് ഇതെല്ലാം. അതിലിപ്പോൾ ഇത് നമുക്ക് തള്ളിക്കളയാവുന്നല്ലോ കേട്ടോ. നെതന്യാഹുവിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് സാച്ചി ബ്രേവർമാൻ
കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്ത നമ്മൾ ഹെഡ്ലൈനിൽ തന്നെ ഉണ്ടത്. അതായത് പക്ഷെ അതിപ്പോൾ കൺഫേംഡ് അല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇല്ല, അത് മാത്രമല്ല ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഇറാനിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത് കുറയുന്നുണ്ട്, ഇസ്രായേലിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത് കുറയുന്നുണ്ട്. ഇസ്രായേലിൽ ഇപ്പോൾ ഭയങ്കരമായി ഇപ്പോൾ കുറേ മലയാളികളൊക്കെ ഇറങ്ങി നിന്നിട്ട് ഞങ്ങൾക്കിവിടെ കുഴപ്പമൊന്നുമില്ല, കണ്ടില്ലേ ആകാശത്ത് ചില പടക്കം പൊട്ടുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോകൾ നമ്മൾ കണ്ടു. ചില ചാനലുകൾ ഓവറാക്കി വഷളാക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ഇപ്പോൾ GCCയിലൊക്കെ വൻ ദുരന്തം സംഭവിക്കുന്നു എന്നുള്ള മട്ടിൽ നിലവിളികളും കൂക്കുവിളികളും ഒക്കെ ചിലരൊപ്പിക്കുന്നുണ്ട്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എപ്പോഴും ഒരു അമ്പരപ്പിൻ്റെ അവസ്ഥ നിലനിൽക്കുന്നു. 38 ഫ്ലൈറ്റ് ഇവിടെ നിന്നുള്ളത് ക്യാൻസൽ ചെയ്തു. ആളുകൾ കല്യാണം കഴിക്കാനുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല പലർക്കും. അങ്ങനെയുള്ളവർ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥിതി അവിടെയെല്ലാം ഈ പ്രദേശത്തെല്ലാം ഇങ്ങനെ ഒരു ആശങ്കയുടെ സ്ഥിതിവിശേഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മലയാളിക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒരു ഇന്ത്യക്കാരന് കൊല്ലപ്പെട്ടിട്ടുണ്ട്, 2 ഇന്ത്യക്കാരെ കാണാതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആ നിലയ്ക്ക് ഈ GCC കൺട്രീസിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിരിക്കുന്നിടത്ത് ഈ പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ട് ഈ പ്രദേശത്ത് പ്രശ്നമേ ഇല്ല എന്ന് വിലയിരുത്തേണ്ടതില്ല. പ്രശ്നങ്ങളുള്ള പ്രദേശങ്ങളുണ്ട്. ആളുകൾക്ക് ഇപ്പോൾ ഇസ്രായേലിലെ ടെലിവിഷൻ ചാനലുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സംഭവമുണ്ടായ പ്രശ്നങ്ങളുണ്ടായ പ്രദേശങ്ങൾ. അതിപ്പോൾ ഏതെങ്കിലും 4 ആൾ താമസിക്കുന്ന പ്രദേശത്ത് ഈ ദുരന്തം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി ആക്രമണം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഏതറ്റം വരെ പോകുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇനി ഇത് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നതുമല്ല, ഈ ആക്രമണങ്ങൾ ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നതുമല്ല, ഇത് തുടരാനുള്ളതാണ്. ആ കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഇറാൻ ഒരു ഒത്തുതീർപ്പിന് ഈ ഘട്ടത്തിൽ തയ്യാറാണ്. തൽക്കാലം ഇറാൻ അതിന് തയ്യാറാകുമെന്നുള്ള ഒരു തോന്നലുമില്ല. കാരണം അങ്ങേയറ്റം വഞ്ചിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളതാണ് ഇറാൻ്റെ ബോധ്യം. ഈ സമയത്ത് ഇറാൻ ബാക്കി രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനകത്ത് നീതികേടുണ്ട് എന്ന് പറയുന്നതിലൊക്കെ വാസ്തവമുണ്ട്. അതിനകത്ത് നീതികേടുണ്ട്. കാരണം അവിടെ നിരപരാധികളായപ്പോൾ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാൻ്റെ ആക്രമണത്തിലാണ്. അത് നിരപരാധിയായ ഒരു ഇന്ത്യക്കാരൻ ഈ യുദ്ധത്തിൽ ചെന്ന് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം എത്രയാണ് ഈ പറഞ്ഞ 150 പെൺകുട്ടികളെ ഒരൊറ്റ സ്കൂളിലേക്കുള്ള ആക്രമണത്തിൽ കൊന്നിരിക്കുക. പലരും ആദ്യം ഒരു ഘട്ടത്തിൽ എന്താണ് ഇതുപോലെ ന്യായീകരണ തൊഴിലാളികൾ പലരും പറഞ്ഞത് അതിന് തെളിവൊന്നുമില്ലല്ലോ, ഒരു തെളിവും അങ്ങനെ വന്നിട്ടില്ലല്ലോ കുട്ടികൾ കൊല്ലപ്പെട്ടത്. ഇന്നിപ്പോൾ കണ്ട് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്, ശരിയാണ് കൊല്ലപ്പെട്ടു എന്നുള്ളത്, കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇന്നിപ്പോൾ സമ്മതിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ യുദ്ധത്തിൻ്റെ തീവ്രത നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ആകാശത്തേക്കും താഴിലേക്കും ഭൂമിയിലേക്കും നോക്കി അളക്കാവുന്നതല്ല. അതുകൊണ്ട് ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയും ഇസ്രായേലും നടത്തിവരുന്ന രക്തച്ചൊരിച്ചിലുകളുടെ അതിഭയാനകമായ ആക്രമണങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ആദ്യം വെനിസ്വേലയെ അട്ടിമറിച്ച് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ നാടുകടത്തിയതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായ കടന്നുകയറ്റമാണ് US-ഉം ഇസ്രായേലും ഇറാനിലേക്ക് നടത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്ന് ഇറാൻ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയത് ഏത് സമാധാനത്തിൻ്റെ കണക്ക് പുസ്തകത്തിലാണ് ഡൊണാൾഡ് ട്രംപിന് എഴുതി ചേർക്കാനാകുക? ഇറാൻ ഭാവിയിൽ ആണവായുധം ഉണ്ടാക്കിയേക്കാമെന്നാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ന്യായം. ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായവരാണ് മറ്റൊരു രാജ്യം ഭാവിയിൽ പ്രശ്നമായേക്കാമെന്ന് പറഞ്ഞ് ഇക്കണക്കിന് ആക്രമണം അഴിച്ചുവിടുന്നത് എന്നുകൂടി ഓർക്കണം. ട്രംപ് അധികാരമേറ്റ് 13 മാസത്തിനിടെ ചുരുങ്ങിയത് 7 രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നതും ഞെട്ടിക്കുന്നതാണ്. കൂടാതെ ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയുമായി ചർച്ചയിലായിരുന്നു ഇറാൻ എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ആണവ സാമഗ്രികൾ സംഭരിക്കില്ലെന്ന് ഇറാന് ഉറപ്പു നൽകിയതായി ഒമാൻ വിദേശകാര്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ചകളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായി അമേരിക്ക ആക്രമണം അഴിച്ചുവിട്ടത്. ഇനി ഇറാൻ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയതിലൂടെ ഇറാനികൾക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് ട്രംപ് എന്ന് അവകാശപ്പെടുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന വലതുപക്ഷ ആഖ്യാനം പേറുന്ന നിഷ്കളങ്കരോടാണ്. ഇറാഖിലും സിറിയയിലും ലിബിയയിലും അഫ്ഗാനിലും അടക്കം അമേരിക്കയുടെ കടന്നുകയറ്റം ബാക്കി വെച്ചത് എന്താണെന്ന ചരിത്രം പഠിക്കുക തന്നെ വേണം. അമേരിക്ക പിൻവാങ്ങുകയും ഇസ്രായേൽ അടങ്ങിയിരിക്കുകയും ചെയ്താൽ മാത്രമേ ട്രംപ് ആഗ്രഹിക്കുന്ന സമാധാന സുന്ദര ലോകം സാധ്യമാവുകയുള്ളൂ.